സംസ്ഥാനത്തെ ക്രമസമാധാന നില ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഗുണ്ട അഴിഞ്ഞാട്ടവും പോലീസ് ഗുണ്ടാബന്ധവുമാണ് യോഗത്തിലെ പ്രധാന ചർച്ച. ജില്ലാ പോലീസ് മേധാവിമാർ മുതൽ ADGPമാർ വരെയുള്ളവർ പങ്കെടുക്കുന്ന യോഗം പോലീസ് ആസ്ഥാനത്താണ് ചേരുക. ക്രൈംബ്രാഞ്ച് മേധാവി, ഇന്റലിജൻസ് മേധാവി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഗുണ്ട അഴിഞ്ഞാട്ടവും പോലീസ് ഗുണ്ടാബന്ധം പുറത്തു വന്നതും സർക്കാരിന് നാണക്കേടായിരുന്നു. ഇത് അമർച്ച ചെയ്യാനുള്ള കാര്യങ്ങളാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്യുക. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും യോഗത്തിൽ ചർച്ച ചെയ്യുക? അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് മേധാവി ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത്. ഏതായാലും നിലവിൽ ഗുണ്ടകളും പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുള്ള ബന്ധം സർക്കാരിനും പോലീസിനും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണ്ടാവിളയാട്ടം അമർച്ച ചെയ്യാനും ഇത്തരത്തിൽ ഗുണ്ടകളുമായി അവിഹിത ഇടപാടുകൾ നിലനിർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനുമുള്ള തീരുമാനമുണ്ട്. ആ ഒരു കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. ക്രമസമാധാന നില ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശം തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഇതിൽ പ്രാധാന്യം ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുക എന്നതാണ്. കാരണം കൊച്ചിയിലായാലും അത് മറ്റു ജില്ലകളിലും തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഗുണ്ടകൾ വലിയ രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമുണ്ട്. മിക്ക ദിവസങ്ങളിലും ഗുണ്ടകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗുണ്ടകൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിനെ പറ്റി കൂടെ ഇന്നത്തെ യോഗത്തിൽ ആലോചിക്കുകയും അതിൽ ഒരു തീരുമാനമുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അരുൺകുമാർ. ഓക്കെ റോഷിപാൽ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ കൈവിട്ട കളികൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. എന്തായാലും ഈ ഗുണ്ടാ വിളയാട്ടം നടത്തുന്നതും ഗുണ്ടകളുടെ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും റീച്ചാവുകയും അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനെതിരെയുള്ളൊരു നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.